ഹായ് ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് ഒരു മിനി മോട്ടർ സ്വിച്ച് കണക്ഷനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതൊരു മാഗ്നറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്. മാഗ്നറ്റ് നിർബന്ധമൊന്നുമല്ല. പിന്നെ നമുക്ക് ഒരു മാഗ്നറ്റ് ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡിൻ്റെ പൊക്കം മതിയാകത്തില്ല ഒരെണ്ണം വെച്ചാൽ. പിന്നെ നമ്മൾ വേണ്ടതൊരു ക്യാപ്പ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഹോൾ അച്ച് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ മിനി മോട്ടറിൻ്റെ പ്രൊപ്പലറിൽ കയറുന്ന ഭാഗത്തിന് അത് നമുക്ക് കയറ്റാൻ നന്നായിട്ട് സുഖമായിട്ട് വലിച്ചു ഊരാനേ പറ്റത്തുള്ളൂ, തിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പല്ലുകളും കയറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു ക്ലോക്കിലിടുന്ന ടൈപ്പ് ബാറ്ററി വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു ടേപ്പ്. കാരണം നമുക്ക് ബാറ്ററിയിലോട്ട് കണക്ഷനൊക്കെ പശയോ ടേപ്പോ വെച്ച് ഒട്ടിച്ച് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ നല്ലതായിട്ട് മിനി മോട്ടറാണ്. അതിൻ്റെ കണക്ഷൻ ഞാൻ വലിയ വയറിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫോൺ ചാർജറിൻ്റെ വള്ളിയാണ്. അതിൻ്റെ അടുത്ത് ഇത്രയും നീളം ഉണ്ടാവും. അതിൻ്റെ അകത്തായിരുന്നു 2 വയർസ് കേട്ടത്. പിന്നെ നമുക്ക് വേണ്ടത് സ്വിച്ചാണ്. സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. സ്വിച്ച് ഇതേ നമ്മളെ കണ്ണുള്ളിൽ ഇരിപ്പുണ്ട്. ഒരു രണ്ട് LED ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. വയറിന് നിങ്ങൾ ഇത്രയാണ്. കണക്ഷൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്തിരി ലൂസാണെന്ന് തോന്നുന്നു. ഒരെണ്ണം നല്ല പക്കയായിട്ട് ഹോളിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നേരത്തെ സോൾഡർ ചെയ്തതിൻ്റെ എന്തുകൊണ്ടാണ്. നമുക്കതേ സ്വിച്ച് വരുന്നുണ്ട്. സ്വിച്ചിന് നമുക്ക് കണക്ഷൻ നേരെ ബാറ്ററിയിലോട്ട് ഒരെണ്ണം കൊടുക്കണം, ഒരെണ്ണം മിനി മോട്ടറിലോട്ട് കൊടുക്കണം, ഒരെണ്ണം മോട്ടറിൽ നിന്ന് ബാറ്ററിയിലോട്ട് കൊടുക്കണം. അങ്ങനത്തെ പിന്നെ അഡീഷണലി നമ്മൾ 2 വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരും. എന്തായാലും നമ്മൾ ആദ്യം മോട്ടർ എടുത്തു വെച്ചു. അതിനുശേഷം നമ്മളിതേ നേരെ നമ്മൾ ഈ കണക്ഷൻ ഇൻസുലേഷൻ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസുലേഷൻ നമ്മൾ നേരെ ഇപ്പോൾ അതേ നേരെ സ്വിച്ചിൻ്റെ പോസിറ്റീവിലോട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളതിലോട്ട് കൊടുത്തു. മിനി മോട്ടറിൻ്റെ ലെഫ്റ്റിൽ നിന്ന് സ്വിച്ചിൻ്റെ ലെഫ്റ്റ്. അങ്ങനെ നമ്മളതൊന്ന് പിരിച്ചെടുക്കണം ഗൈസ്. പിരിച്ചെടുക്കുമ്പോൾ നല്ല പവറിൽ വർക്കായിക്കോളും. അങ്ങനെ പിരിച്ച് നല്ല ടൈറ്റാക്കി എടുക്കണം ഗൈസ്. അല്ലെങ്കിൽ ആൾ ഇടയ്ക്കിടയ്ക്ക് ലൂസായി പോക്കോളും. ടൈറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ടൈറ്റ് ചെയ്തെടുത്തു. നല്ല ടൈറ്റാണ് കേട്ടോ, വലിച്ചാലും പോകത്തില്ല. പിന്നെ നമുക്ക് അടുത്ത കണക്ഷൻ സ്വിച്ചിൻ്റെ അല്ല. അത് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഊരിക്കളയാം. അതിൽ വരുന്ന ഒരു സൈഡിൽ സോൾഡറിങ് സിസ്റ്റം ആയതുകൊണ്ടാണ് കാണാൻ പറ്റാതെ. ആ ഒരു ബ്ലാക്കിൻ്റെ സൈഡിലായിട്ട് ആ സ്വിച്ചിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ മിനി മോട്ടറിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ നേരെ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് വേണമെന്ന് പറഞ്ഞത്. ബാറ്ററിയിലോട്ടുള്ള കണക്ഷനും സ്വിച്ചിലോട്ടുള്ള കണക്ഷനും അല്ലേ നേരെ നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അവിടെ ഞെക്കി പിടിക്കുമ്പോൾ വർക്കായിക്കോളും. അതിനെപ്പെട്ട് നമ്മൾ ടേപ്പ് എടുത്തു ഒന്ന് കീറിയെടുക്കാം. കീറിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്കെന്നൊക്കെ കീറി പോകുന്നുണ്ട്. കീറി നമ്മളെടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിലോട്ട് കൊടുക്കാം. നമ്മൾ നല്ല കേക്ക് ബാക്കി വരുന്നത് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെന്താ, നമുക്ക് വേണ്ടത് ബാറ്ററി ടു സ്വിച്ചാണ്. ഇപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവൻ കറങ്ങുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. എല്ലാവർക്കും കാണണ്ടേ, നീക്കി വെച്ച് തരാം. അതെ ഇപ്പം നോക്കിക്കോ, പാല് കറങ്ങും. അയ്യോ കറങ്ങുന്നില്ലേ. കറങ്ങി ഗൈസ്. പിന്നെ ഇടയ്ക്ക് ലൂസ് കണക്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നേരെ ബാറ്ററിയിൽ നിന്ന് സ്വിച്ചിലോട്ട് കൊടുക്കാം കണക്ഷൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒരു ഗ്രീൻ വയർ നമുക്ക് വേണം. ചെറിയ ചെറിയ കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ചെറിയ വയർ എടുക്കാം നമ്മൾ. പക്ഷേ ഉള്ള വയറാണ് നമ്മളിപ്പോൾ എടുത്തേക്കണേ. ആദ്യം നമ്മൾ ബാറ്ററിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്ത പോലെ ടേപ്പ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിച്ചിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്.
ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി ഒട്ടിച്ച് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ലൂസ് കണക്ഷൻ വരും. നമ്മൾ ചെറിയ ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കറങ്ങുന്നില്ല, ഗൈസ്. ലൂസ് കണക്ഷൻ. നമുക്ക് നോക്കാം. ആണെങ്കിൽ ചിലപ്പോൾ ബാറ്ററിയിലെ ലൂസ് കണക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ സ്വിച്ച് പോയിന്റിലോട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടൊന്ന് പിടിച്ച് നോക്കാം. നമുക്ക് അതിലോട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോഴും കറങ്ങിയില്ലെങ്കിൽ ബാറ്ററിയുടെ ലൂസ് കണക്ഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ സ്വിച്ചിലോട്ട് കൊടുക്കാൻ പോകണം. ഒരു ഹോൾ കണ്ട, അത് നമ്മൾ ആ സോൾഡറിങ്ങിൻ്റെ വളച്ച് വെച്ചിട്ടുണ്ട്. സോൾഡറിങ് പോയിൻ്റ് ബാക്കിലോട്ടുള്ളത് തന്നെ ബാഗ് ചെയ്യാം. നമ്മുടെ വയറുതേ മുറിഞ്ഞു പോയി. നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നമുക്ക് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ആള് കറങ്ങുന്നില്ല. അയ്യോ, ബാറ്ററിയുടെ ഒന്ന് നോക്കിയാലോ? ബാറ്ററിയുടെ കണക്ഷൻ നോക്കാം. ബാറ്ററിയുടെ ലൂസ് കണക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ബാറ്ററി ഒന്ന് നോക്കാം. ബാറ്ററിയുടെ തന്നെ വേണ്ട, വയർ ശരിയായില്ലായിരുന്നു. നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്മാനെ, ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ നമ്മൾ ശ്രദ്ധിച്ചു. ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറങ്ങണ്ട, ലൂസ് കണക്ഷൻ ആയിരുന്നു. നമ്മൾ നേരെ സ്വിച്ചിലോട്ട് കൊടുത്തു. നമുക്ക് ഒന്ന് ടേപ്പ് ചെയ്തെടുക്കാം. ടേപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കറങ്ങിക്കോളും. നമ്മൾ കറങ്ങുന്നുണ്ടാ? നന്നായിട്ട് കാണാമല്ല കറങ്ങണ. സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു ചെറിയ ടേപ്പ് കഷ്ണം എടുത്ത് സ്വിച്ചിലോട്ട് ഒട്ടിച്ച് കൊടുത്തു. ഇത്രയും വേണ്ടായിരുന്നു. നമുക്കത് ഡബിൾ സൈഡാക്കി സെറ്റ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് ആ കാർ ബോർഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ വയർ കണക്ഷൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്നിരിക്കുന്നത് വളച്ച് നമ്മുടെ ബ്ലാക്ക് ബോർഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ ഡബിൾ സൈഡാക്കുന്നത്. സാധാ ടേബിൾ ഡബിൾ സൈഡാക്കുന്നത്. നമ്മൾ നേരെ തിരിച്ച് ഒട്ടിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കറങ്ങുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സൈഡിലോട്ട് നമ്മൾ മിനി മോട്ടർ വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ബാറ്ററി എടുത്ത് വയ്ക്കാൻ പോകണേ. ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഞെക്കി നോക്കാം. നല്ല സ്പീഡ് ഉണ്ട്. ബാറ്ററി നീങ്ങുന്നുണ്ട്. ബാറ്ററി പിന്നെ മിനി മോട്ടർ ബാറ്ററി ഇട്ട് കറക്കണം. അതാണ് ബാറ്ററിയുടെ ഗുണം. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.